പൈസ ഉള്ളവരാണോ നിങ്ങൾക്ക് ഏതാളെയും പറ്റും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളുകളാണ് നൂരിഷാ ത്വരീഖത്തിൻ്റെ ആളുകൾ. നൂറുൽ മശായിഖ് നൂരിഷാ തങ്ങൾ വലിയ മഹാനാണ്. അവരിലേക്ക് ചേർക്കപ്പെട്ട ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച ത്വരീഖത്താണല്ലോ അവർ. അവരുടെ ഈ മാസത്തെ ഇർഫാൻ മാസിക, ഈ മാസത്തെ ഇർഫാൻ മാസികയിൽ നവംബറിലെ അതിൻ്റെ പേജ് ഇങ്ങനെ മറിച്ചു നോക്കിയാൽ 43-ാമത്തെ പേജ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടിയാണ്. കുരുവമ്പലം ഉണ്ണിക്കോയത്തങ്ങളും ചെറുകര അസ്ഗർ മുസ്ലിയാരും വിടവാങ്ങി. കുരുവമ്പലം ഉണ്ണിക്കോയത്തങ്ങൾ പറഞ്ഞാൽ ആരാ? അലവി സഖാഫിയുടെ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി. നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയില്ലേ? ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല, ഞങ്ങളെ ഉസ്താദുമാരൊരാളെ രക്ഷാധികാരിയാക്കി അവർ മരിക്കുമ്പോൾ പോയി ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു തരീക്കത്തിലും ബന്ധമുണ്ടാവില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ അതാ നൂരിശക്കാരുടെ പത്രം പറയുന്നു, ഉണ്ണിക്കോയത്തങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആളായിരുന്നു. ഇതാ സിൽസില നൂരിയയുടെ സജീവ പ്രവർത്തകരും മുരീദുമായിരുന്ന കുരുവമ്പലത്തെ മർഹൂം പി.ടി. സൈദാലി ഹാജി അവരുമായുള്ള ബന്ധമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാണാം. വളരെ താല്പര്യത്തോടെ അദ്ദേഹം അഥവാ കുരുവമ്പലം തങ്ങൾ 1984 ഹൈദരാബാദ് എത്തി ശൈഖുന നൂറുൽ മശായിഖ് സയ്യിദ് നൂരിഷാ തങ്ങളുമായി ബൈഅത്ത് ചെയ്തു. മുൻ സിൽസില നൂരിയ കേരള പ്രസിഡന്റായിരുന്ന ഹൈദർ മുസ്ലിയാരെയാണ് ഉണ്ണിക്കോയ തങ്ങൾക്ക് തഅലീം നൽകുന്നതിന് ശൈഖുന നൂറുൽ മശായിഖ് ചുമതലപ്പെടുത്തിയിരുന്നത്. അലവി സഖാഫിന്റെ രക്ഷാധികാരിയെ കുറിച്ച് പുതിയ മാസിക ഇതാണ്. ഇതിന് മുഴുവൻ സംഭവങ്ങളും പറയുന്നുണ്ട്. സിൽസില നൂരിയ കേരള മുൻ പ്രസിഡന്റ് മൗലാന വാളക്കുളം മുഹമ്മദ് മുസ്ലിയാർ, ജമാലുദ്ദീൻ ഷാ സുഹൂരി, ഇങ്ങനെ എണ്ണീട്ട് അവരുമായൊക്കെ അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുകയും എല്ലാ അർത്ഥത്തിലും ഈ വഴിയുമായി മരണം വരെ അവർ ഒന്നിച്ചു നിൽക്കുകയും ചെയ്തു. ഇതൊക്കെ സത്യല്ലേ? ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കളിയാക്കി. എവിടെ എത്തി നിങ്ങളെ കാര്യം? ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ പറയും. ഒന്ന് നിങ്ങളെ സംഘടനയിൽ ആള് പോവും. ആള് പോയാൽ അത് നിങ്ങൾക്ക് നഷ്ടം. അതിന് മശായിഖുമാരെ വയലിൽ തെറ്റുണ്ട് എന്ന് പറയണം. തെറ്റുണ്ട് എന്ന് പറയാതെ പോകരുത് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ലല്ലോ. ഈ വളവൊന്നും ഇനി നടക്കൂല. നിങ്ങൾ വാരിസും അല്ല, ഒരു ചുക്കുമല്ല. നിങ്ങൾ എന്ത് വാരിസ്? നിങ്ങൾ ദീനുമായി ബന്ധമില്ലാത്ത നാഥനില്ലാത്ത പട. നിങ്ങൾ പുറത്താക്കിയാലും ഇല്ലെങ്കിലും ആണ്. ലോക്കരതൊരുക്കുമല്ല. ഇതിപ്പോ ലാസ്റ്റ് നമ്മളോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നോക്കുക. ബന്ധപ്പെടുക പറഞ്ഞാൽ വൈസ് ചാൻസലർ എപ്പോഴൊന്ന് കാണേ, ഒന്ന് സാബിയിൽ വരികയെ, എന്തെങ്കിലും ചെയ്ത ആക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കുക. അതിനാ സൂഫി ബോർഡ് കൊണ്ടുവന്നത്. അത് അലാക്കിന്റെ അവലും കഞ്ഞിയിലാ പോയി അവസാനിപ്പിച്ചത്. ഇപ്പൊ എന്താ ഒരു മിണ്ടാട്ടുമില്ലല്ലോ സൂഫി ബോർഡൊന്നും. കാരണം എന്താ? സൂഫി ബോർഡിന്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്കായി. ഒറ്റ ക്ലിപ്പ് കളിപ്പിച്ചു കൊടുക്ക്, അതിൽ കഴിഞ്ഞ് മുഴുവനും സംഘടിപ്പിച്ചു. സൂഫി ഇസ്ലാമിക് ബോർഡ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പംകുന്ന് ബീരാനൌലിയ ലങ്കർഖാന നഗരിയിൽ നടന്ന രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ളക്കോയ ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പതാക ഉയർത്തിയ ശേഷം ദേശീയ ഗാനാലാപനം, പ്രതിജ്ഞയെടുക്കൽ എന്നിവ നടന്നു. നിയുക്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മുസ്ലിയാർ സ്വാതന്ത്ര്യദിന സന്ദേശ പ്രഭാഷണം നടത്തി. അലമീൻ ഓർഫനേജ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഓർഫനേജ് ജനറൽ സെക്രട്ടറി PK അബ്ദുൽ ലത്തീഫ് ഹാജിയും സംസ്ഥാന പ്രസിഡന്റും ചേർന്ന് നിർവഹിച്ചു. സംസ്ഥാന സമിതി അംഗം അഷ്റഫ് ചിസ്തി പടപ്പറമ്പ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇല്യാസ് ഹസനി, സുപ്രീം കൗൺസിൽ അംഗം ഇബ്നു സീന ഡോക്ടർ ജമാലുദ്ദീൻ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബു ഹനീഫ ബാക്കവി, പത്തനംതിട്ട ജില്ല ഒക്കെ നിങ്ങളെ സ്ഥാപനം, നിങ്ങളെ മെയിൻ പ്രസിഡന്റ് സൂഫി ബോർഡ് പ്രസിഡന്റും തമ്മിൽ ഒന്നിച്ച് പതാക ഉയർത്തൽ, ഒന്നിച്ച് ക്ലാസ് ഒക്കെ നിങ്ങൾ തന്നെ. പൊളിഞ്ഞു പാളീസായി. സൂഫി ബോർഡ് എന്ന ഉണ്ടാക്കപ്പെട്ട വ്യാജ ബോർഡ് നിങ്ങൾക്കാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും. ഞങ്ങൾ തള്ളിക്കളഞ്ഞു വളരെ ഉഷാറായിട്ട്.